All of you mark your attendance now. നോക്കാം നമുക്ക്. Then listen. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദ സ്റ്റോറി ഓഫ് എ പ്ലാന്റ് ആണ് പഠിച്ചത് അല്ലേ? സ്റ്റോറി ഓഫ് എ പ്ലാന്റ്, പേജ് നമ്പർ 110. The story of a plant. So it's a story of a baby plant അല്ലേ? ഒരാള് ഒരു പ്ലാന്റിനെ നട്ടത് മുതൽ അല്ലേ, ഒരു സീഡ് നട്ടത് മുതലുള്ള സ്റ്റോറിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഓരോ സ്റ്റേജസ് ആയിട്ട് ഒരു ട്രീയുടെ ഗ്രോത്ത്. ഓക്കെ, so look at the first picture. There is a farmer. He sowed a seed. Okay, page number 110. Okay, 110. The story of a plant. I was once a seed. ഞാൻ ഒരിക്കലും ഒരു സീഡ് ആയിരുന്നു അല്ലേ, ഞാനൊരു വിത്തായിരുന്നു. I was once a seed. The farmer sowed me. ഒരു ഫാർമർ എന്നെ എന്ത് ചെയ്തു? നട്ടു അല്ലേ, മണ്ണില് കുഴിച്ചു വെച്ചു, നട്ടു. Then he watered me. I grew into a sapling. ഞാനൊരു സാപ്ലിംഗ് ആയി അല്ലെ, ചെറിയ തൈ ആയിട്ട് വന്നു. എല്ലാ ദിവസവും he watered me. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചപ്പോ ആരായി? ഞാനൊരു സാപ്ലിംഗ് ആയി അല്ലെ, ചെറിയ തൈ ആയിട്ട് വളർന്നു വന്നു. Then I grew more. I become a plant. ഞാൻ കുറച്ചും കൂടെ വളർന്നപ്പോ ആരായി? I became a plant. ഞാനൊരു പ്ലാന്റ് ആയി, ഒരു ചെടിയായി അല്ലെ, PLANT, plant. Then now I am a tree. ഇപ്പൊ ഞാനൊരു മരമാണ് അല്ലെ. Now I am a tree. ഇപ്പൊ ഞാൻ വലിയൊരു മരമായി അല്ലെ, കുറച്ചും കൂടെ വളർന്നപ്പോ. I bear fruit. എന്റെ ദേഹത്തൊക്കെ എന്തുണ്ടായി? ഫ്രൂട്ട് ഉണ്ടായി അല്ലെ, പഴങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി, പഴങ്ങൾ ഉണ്ടായി. ചിൽഡ്രൻ ഈറ്റ് മൈ ഫ്രൂട്ട്. കുട്ടികൾ എന്റെ ഫ്രൂട്ട് കഴിച്ചു അല്ലെ. കുട്ടികളൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട് ഞാൻ ബിയർ ചെയ്തു. എന്റെ ഇതിൽ മുഴുവൻ എന്തുണ്ടായി? ഫ്രൂട്ട്സ് കായ്ച്ചു അല്ലെ, പഴങ്ങൾ ഉണ്ടായി തുടങ്ങി. കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്തു എന്നാ പറയുന്ന. ഒരു പ്ലാന്റ് എങ്ങനെയാ, ഒരു ട്രീ എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ഫാർമർ സീഡ് നട്ടു അല്ലെ. സീഡ് നട്ടിട്ടാണ് എന്തുണ്ടാവുക? വിത്ത് നട്ടിട്ടില്ലേ അതിൽ നിന്ന് ചെടിയും മരവും ഒക്കെ ഉണ്ടാവുന്നത്. ആണോ? ആണ്. വിത്തുന്നാണ് ഇതൊക്കെ മുളച്ചു വരിക അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഒരു ഫാർമർ ഒരു ദിവസം നട്ടിട്ട് എന്ത് ചെയ്തു? എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചപ്പോ എന്തായി? ഞാൻ വളർന്നു, ഒരു സാപ്ലിംഗ് ആയി. പിന്നെ എന്തായി? പ്ലാന്റ് ആയി, ട്രീ ആയിട്ട് വന്നു. ആൻഡ് ദെൻ ഐ ബെയർ ഫ്രൂട്ട്സും ഉണ്ടായി എന്നാ പറയുന്നത്. ഓക്കെ, ദെൻ റീഡ് ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞിട്ടൊരു ലിറ്റിൽ സീഡ് എന്ന് പറഞ്ഞ ഒരു റൈമും കൊടുത്തിട്ടുണ്ട് അല്ലെ. എ ലിറ്റിൽ സീഡ്, ഒരു കുഞ്ഞ് ലിറ്റിൽ സീഡ് അല്ലെ. എന്താണ്? വിത്ത്, ഒരു ചെറിയ വിത്തിന്റെ ഒരു റൈമാണ്. നോക്കാം അല്ലെ. എ ലിറ്റിൽ സീഡ് ഫോർ മീ ടു സോ, എ ലിറ്റിൽ എയർ ടു മേക്ക് ഇറ്റ് ഗ്രോ. ഒരു കുഞ്ഞു സീഡ് ഉണ്ട്. എന്തിനാ? ചെറിയ വിത്ത് എനിക്ക് നടാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞു സീഡ് ഉണ്ട് അല്ലെ. എ ലിറ്റിൽ സീഡ് ഫോർ മീ ടു സോ, എനിക്ക് നടാൻ ചെറിയ വിത്ത് ഉണ്ട് എന്റെ അടുത്ത്. സീഡ്, വിത്ത്. വാട്ട് എ സീഡ്? വിത്താണ് അല്ലെ. ഉമറേ ചെവി പറിച്ചെടുക്കുന്നുണ്ടോ? ആണോ ഉമറേ? ശ്രദ്ധിക്കണേ. എ ലിറ്റിൽ സീഡ് ഫോർ മീ ടു സോ, എനിക്ക് നടാൻ വേണ്ടി ഒരു കുഞ്ഞ് സീഡ് ഉണ്ട്. ദെൻ എ ലിറ്റിൽ എയർ ടു മേക്ക് ഇറ്റ് ഗ്രോ. ഒരു ഭൂമിയിലാണ് വിത്ത് നടുക അല്ലെ, മണ്ണിലല്ലേ നടുക. വിത്തിന് വളരാൻ വേണ്ടി മണ്ണിലാ നടുക അല്ലെ. Then a little hole, a little patch, a little vision that does that. A little sun, a little shower, and in a while a little flower. എന്ത് ചെയ്തു? മണ്ണിൽ നട്ടു, കുഴി ഉണ്ടാക്കിയിട്ട് നട്ടു അല്ലെ. നട്ടിട്ട് അതിന്റെ മേത്ത് എന്ത് ചെയ്തു? മണ്ണൊക്കെ വെച്ച് മൂടി. ചെറിയ വെയിലും മഴയും ഒക്കെ വന്നപ്പോ എന്ത് ചെയ്തു? കുറെ ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ ദേഹത്തൊരു പൂവ് ഉണ്ടായി അല്ലെ, ഒരു ഫ്ലവർ ഉണ്ടായി. Which flower is that?
ലുക്ക് ലൈക്ക് എ സൺഫ്ലവർ അല്ലേ? സൺഫ്ലവറിനെ പോലെ ഉണ്ട് കാണുമ്പോ. എന്താണ് എല്ലാ ദിവസവും എന്ത് ചെയ്തു? ഒരു സീഡ്, കുഞ്ഞു സീഡ് ഞാൻ നട്ടു. ആ ഭൂമിയിൽ നിന്ന് വളർന്നു വന്നു. ഒരു കുഴി എടുത്തിട്ടാണ് നട്ടത്. എന്നിട്ട് എന്ത് ചെയ്തു? വെയിലും മഴയും ഒക്കെ വന്നപ്പോ ലിറ്റിൽ സണ്ണും ലിറ്റിൽ ഷവറും അല്ലെ, ചെറിയ വെള്ളത്തുള്ളികളും മഴയും ഒക്കെ കൊണ്ട് അത് എന്ത് ചെയ്തു? കുറെ ദിവസം കഴിഞ്ഞപ്പോ അതിലൊരു ലിറ്റിൽ ഫ്ലവർ ഉണ്ടായി എന്നാ പറയുന്നത്. നിങ്ങളൊക്കെ നട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളൊക്കെ ഏതെങ്കിലും സീഡൊക്കെ നട്ടിട്ട് ചെടി ഉണ്ടായിട്ടുണ്ടോ? ലുബാബ നട്ടിട്ടുണ്ട്. എന്താ ലുബാബ? ചെടിയാണോ? എന്താ ഉണ്ടായത്? കായാണോ? ഫ്രൂട്ടാണോ? പയറിന്റെ വിത്ത് നട്ടിനി. പയറിന്റെ വിത്ത് നട്ടിട്ട് മുളച്ചു വന്നിട്ടുണ്ടല്ലേ? പയറുണ്ടായി വന്നിട്ട് അതിന്റെ അകത്ത്? പയറുണ്ടായോ? യെസ്, പയറുണ്ടായി. ലുബാബ പയറിന്റെ വിത്ത് നട്ടിട്ട് പച്ചക്കറി പയറുണ്ടായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ ആരെങ്കിലും നട്ടിട്ട്? അൻവിത എന്തോ നട്ടിട്ടുണ്ട്. എന്താ അൻവിത? ഞാൻ പയർ നട്ടിട്ടുണ്ട്, ചീര നട്ടിട്ടുണ്ട്, ചെടി നട്ടിട്ടുണ്ട്. അൻവിത പയറും ചീരയും പിന്നെ ചെടിയും വെച്ചിട്ടുണ്ട്. ചെടിയിൽ പൂ പിടിച്ചു വന്നിട്ട്? പൂ പിടിച്ചു അല്ലേ? ഗുഡ് ഗേൾ. ദെൻ ഡെൽവിൻ എന്തോ നട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഡെൽവിനെ? പയറും ചീരയും നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ വൈഗ എവിടെ? ഓക്കെ, ഞാൻ ചെടി നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, പൂവുണ്ടായി വന്നിട്ട് ചെടിയില്? ഉണ്ടായി അല്ലേ? ഓക്കെ. ദെൻ ആദിശ്രീ? ഞാൻ പച്ചക്കറി വിത്ത് നട്ടിട്ടുണ്ട്. ഉണ്ട് അല്ലേ? പച്ചക്കറി വിത്ത് നട്ടിട്ടുണ്ട്. പച്ചക്കറി ഉണ്ടായി വന്നിട്ട്? തക്കാളി ഉണ്ടായി അല്ലേ? വെരി ഗുഡ്. ദെൻ ഇനിയോ? ആദ്യ എന്താണ്? ചെടി നട്ടിട്ടുണ്ട്. എന്നിട്ട് പൂ പിടിച്ചോ ചെടിയില്? പിടിച്ചു അല്ലേ? ഓക്കെ. വേറെ ആരും ഒന്നും നട്ടിട്ടില്ലേ? മുഹമ്മദ് ഷാസിൽ. ഓക്കെ, ഷാസിൽ. ഞാൻ കുരുമുളക് നട്ടിട്ടുണ്ട്. കുരുമുളക് നട്ടിട്ടുണ്ടോ? എന്നിട്ടോ? കുരുമുളക് നട്ടിട്ട് കുരുമുളക് പിടിച്ചു അല്ലേ? ഓക്കെ. ആദിഷ്? ഞാൻ മാവ് നട്ടിട്ടുണ്ട് അല്ലേ? മാവാണോ നട്ടത്? അല്ല മാവിന്റെ എന്താ നട്ടത്? ചെടിയാണോ അതിന്റെ വിത്താണോ? മാവിന്റെ വിത്ത്. വിത്താ നട്ടതല്ലേ? സീഡ് അല്ലേ? സീഡിന്റെ അകത്തുനിന്നാണ് എന്ത് ചെറിയ ചെടി വരും, പിന്നെ അത് വളർന്ന് വലിയ ട്രീ ആവുക അല്ലേ? പിന്നെയോ? ഫാത്തിമ ജാബിർ? മാവ് നട്ടിട്ടുണ്ട് ഉണ്ടല്ലേ? വലുതായിട്ടില്ല അല്ലേ? മാവും കറിവേപ്പിലും ഒക്കെ നട്ടിട്ടുണ്ട്. കറിവേപ്പില വലുതായിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. ഇഷാനി പറ. ഇഷാനി? ഇഷാനി സ്കൂളിൽ വന്നിട്ട് മാവും നട്ടിട്ടുണ്ട്, വീട്ടിൽ ഒരു പേരത്തൈയും നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ വേറെ ആരാണ്? വേറെ ആരെങ്കിലും ഉണ്ടോ പറയുന്നു? കഴിഞ്ഞോ? ഡെൽവിനെ? എന്താ ഡെൽവിനെ? ചുമ്മാ കൈവക്കിയതാ. ചുമ്മാ കൈവക്കരുത് കേട്ടോ. നിതാഷ? എന്താണ് മോളെ?
ഞാൻ പറഞ്ഞിട്ടാ. പറഞ്ഞിട്ടില്ലേ? പറയൂ. ഇല്ല. ഓക്കെ. ഞാൻ മാംഗോന്റെ ട്രീ നട്ടിട്ടുണ്ട്. മാംഗോന്റെ ട്രീ നട്ടിട്ടുണ്ട്. പിന്നെയോ? പിന്നെ പയറും നട്ടിട്ടുണ്ട്. പയറും നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ മുഹമ്മദ് റഫാൻ. ഞാൻ ബ്രിഞ്ചലും നട്ടിട്ടുണ്ട്, ടൊമാറ്റോ നട്ടിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. ബ്രിഞ്ചലും ടൊമാറ്റോ ഒക്കെ നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ ഒന്നും നട്ടിട്ടൊന്നും ഇല്ലേ? ഞാൻ മാംഗോ ട്രീ നട്ടിട്ടുണ്ട്. മാംഗോ ട്രീ നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. ദെൻ എയ്ഡൻ തോമസ്. ചെടി നട്ടിട്ടുണ്ട്. ചെടി നട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ കഴിഞ്ഞോ? എല്ലാരും നട്ട് കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? വിദ്യുത്ത് ചെടിയൊന്നും നടാറില്ലേ? ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ നൂഹ. നട്ടിട്ടുണ്ടല്ലേ? നൂഹ നാട്ടിൽ വന്നോ? നൂഹ ചെടിച്ചട്ടിയില് നട്ടിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സീഡ് വളർന്ന് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഒക്കെയാ പറഞ്ഞത് അല്ലേ? ആദ്യം ഉണ്ടായി ഒരു സാപ്ലിംഗ് ആയി, അത് കഴിഞ്ഞിട്ട് പ്ലാന്റ് ആയി, അത് കഴിഞ്ഞ് പിന്നെ വലിയ ബിഗ് ട്രീ ആയി അല്ലേ? നൗ ഐ എം എ ബിഗ് ട്രീ, വലിയ മരമായി അല്ലേ? ഞാൻ ഐ ബെയർ ഫ്രൂട്ട്സ്, വലിയ മരത്തിലാണ് ഫ്രൂട്ട്സ് ഒക്കെ ബെയർ ചെയ്യുക അല്ലെ? ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുക എവിടെയാണ്? വലിയ മരത്തിലാണ് അല്ലെ? Then children ate my fruit. കുട്ടികളൊക്കെ എന്റെ ഫ്രൂട്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. Then next page number 112. Sorry, 112. 112. Okay. Trees, our friends. Next page. Trees, our friends. അതാണ് നമ്മുടെ പോർഷന്റെ പേരല്ലേ? മരങ്ങളാണ് എന്ത്? നമ്മുടെ കൂട്ടുകാർ. മരങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് ആണ് എന്നാ പറയുന്നത് അല്ലെ? അതുകൊണ്ട് ആണ് പറയുന്നത് എന്ത്? ഡു നോട്ട് കട്ട് ട്രീസ് എന്ന് പറയാറില്ലേ? മരങ്ങള് മുറിച്ചു മാറ്റരുത് എന്നൊക്കെ പറയാറില്ലേ? മരങ്ങൾ മുറിക്കുന്നത് എന്താണ്? നമുക്ക് അപകടമാണ്, മരങ്ങളൊന്നും മുറിക്കരുത്, മരത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിക്കാറില്ലേ? പറയാറില്ലേ അങ്ങനെ? ട്രീസ് അവർ ഫ്രണ്ട്സ്. മരങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലേ? നമ്മുടെ കൂട്ടുകാരാണ്. സോ trees are our friends. They give us many things. Trees are our friends. നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ത്? മരങ്ങള്. അവര് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മരം ഉപയോഗിക്കാറില്ലേ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീസിനെ യൂസ് ചെയ്യുന്നത് അല്ലേ? എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരത്തിന്റെ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അറിയാമോ? എന്തെങ്കിലും വുഡൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ ട്രീനെ യൂസ് ചെയ്യും അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? ഫസ്റ്റ് വൺ എന്താണ്? കുറെ ഫ്രൂട്ട്സ് അല്ലെ? നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും മരത്തിന്റെ മുകളിൽ നിന്ന്. നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ? നമുക്ക് കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി. ഫ്രൂട്ട്സ് ഒക്കെ വളരെ ഹെൽത്തി ആണ്. സോ അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? മരങ്ങൾ വേണം അല്ലെ? എന്താണ്? ട്രീസിലാണ് ഫ്രൂട്ട്സ് ഒക്കെ ബെയർ ചെയ്യുക അല്ലെ? ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുക എവിടെയാണ്? മരത്തിലാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഒക്കെ ട്രീ വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ എന്ത്? ഫ്രണ്ട് ആണ് അല്ലെ? ട്രീ. ദെൻ പേപ്പർ. ഫസ്റ്റ് വൺ നോക്കിയേ. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പിക്ചർ. ബുക്ക് ആണല്ലേ അത്? പേപ്പറുള്ള ബുക്കാണ്. പേപ്പർ എവിടുന്നാ ഉണ്ടാക്കുന്നേ?
പേപ്പർ എവിടുന്നാ ഉണ്ടാക്കുന്ന അറിയോ? എവിടുന്നാണ്? ട്രീയിൽ നിന്നാണ് അല്ലെ, മരത്തിന്റെ തടി യൂസ് ചെയ്തിട്ടാണ് പേപ്പർ ഒക്കെ ഉണ്ടാക്കുക അല്ലെ ഫാത്തിമ ജാബർ? അതെ അല്ലേ. അപ്പൊ ഫസ്റ്റ് വൺ പേപ്പർ ആണ് അല്ലെ. പേപ്പർ, വി ഗെറ്റ് പേപ്പർ ഫ്രം ട്രീസ്. മരത്തിൽ നിന്നാണ് നമുക്ക് പേപ്പർ കിട്ടുക. എങ്ങനെയാണ്? മരത്തിന്റെ മുകളിൽ കയറിയ പേപ്പർ പറിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? കുറെ പ്രൊസീജിയർ ഒക്കെ ഉണ്ടല്ലേ അതിന്. മരം എന്താണ്, മരത്തിന്റെ വുഡ് എടുത്തിട്ട് കുറെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാലാണ് എന്ത് പേപ്പർ ആയിട്ട് കിട്ടുക അല്ലെ. സോ പേപ്പർ വി ഗെറ്റ് ഇറ്റ് ഫ്രം ട്രീസ്. മരത്തിൽ നിന്നാണ് കിട്ടുക. മരത്തിൽ നിന്ന് എന്ത് ചെയ്യാ, കുറെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് അത് പേപ്പർ ആയിട്ട് ഫോം ചെയ്ത് വരാണ് ചെയ്യുക അല്ലെ, പേപ്പർ. വുഡ്, വുഡ് മരത്തിന്റെ തടി നമുക്ക് കിട്ടും അല്ലെ. വുഡ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാ, ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുക അല്ലെ. ബെഡ്, ചെയർ, ടേബിള്, ഡോർ, ഇതൊക്കെ എന്താണ്, വുഡൻ ആണ് അല്ലെ. വുഡാണ്, മരത്തിന്റെ തടിയാണ് ഇതൊക്കെ അല്ലെ. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയർ, നമ്മുടെ ഡൈനിങ് ടേബിള്, നമ്മുടെ ബെഡ്, ഡോറ്, വിൻഡോ, ഇതൊക്കെ എന്താണ്, വുഡാണ് അല്ലെ. വുഡൻ, മരത്തിന്റെ അല്ലേ ഇത്? മരം കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കുന്നേ? ആണ്. ദെൻ ഇറേസർ, ഇറേസർ, ഇറേസർ അല്ലേ. എന്ത് ഇറേസർ ആണിത്? നമ്മുടെ നമ്മൾ എഴുതി ഇറേസ് ചെയ്യുന്ന ഇറേസർ ആണ്. ഇതും എന്താണ്, വി ഗെറ്റ് ഇറ്റ് ഫ്രം, ഇറ്റ് മെയ്ഡ് വിത്ത് റബ്ബർ അല്ലെ. റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ റബ്ബർ എന്നും പറയും അല്ലെ. റബ്ബർ എവിടുന്നാ കിട്ടുക? ട്രീയിൽ നിന്നല്ലേ. സോ ഇറേസർ, ഇറേസർ കിട്ടും അല്ലെ നമുക്ക്. ഇറേസറും എവിടുന്നാണ്? ട്രീയുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് എന്ത് വേണം? നമ്മൾ എഴുതിയതൊക്കെ തെറ്റിപ്പോയാൽ അതൊക്കെ ഇറേസ് ചെയ്യാൻ റബ്ബർ കൊണ്ടുള്ള ഇറേസർ വേണം അല്ലെ. റബ്ബർ കൊണ്ടാണ് അത് ഉണ്ടാക്കുക. റബ്ബർ എന്താണ്, ട്രീസിൽ നിന്നാ കിട്ടുക അല്ലെ. സോ പേപ്പർ, വുഡ്, ഇറേസർ, ദെൻ ഓയിൽ. ഓയിൽ, ഓയിൽ അല്ലെ. നമ്മള് നമ്മുടെ കുക്കിംഗ് ആവശ്യത്തിനോ ഒക്കെ യൂസ് ചെയ്യുന്ന കുറെ ഓയിൽ ഉണ്ട്. ഓയിലും എന്താണ്, എവിടുന്നാണ്, എവിടുന്നാണ്? ട്രീയുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. തെങ്ങിന്റെ മുകളിൽ നിന്നാണ് നമുക്ക് തേങ്ങ കിട്ടുക അല്ലെ. കോക്കനട്ട്, കോക്കനട്ടിൽ നിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ടാവുന്നത് അല്ലെ. കോക്കനട്ട് ഓയിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെ. നമ്മുടെ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ എവിടുന്നാ? വീട്ടിൽ തെങ്ങും തേങ്ങയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം അല്ലെ. തെങ്ങിന്റെ തേങ്ങയൊക്കെ എടുത്തിട്ട് അതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി ഒക്കെയാണ് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. ഇതിന് കുറെ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ മരത്തിന്റെ മുകളിൽ കയറി ഓയിൽ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. പിന്നെന്താണ്, പേപ്പർ അങ്ങനെ കിട്ടുമോ നമുക്ക്? മരത്തിന്റെ മുകളിൽ കിട്ടിയ കയറിയിട്ട് അപ്പൊ തന്നെ പേപ്പർ പറിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെന്താണ്, കുറെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അത് പേപ്പറും ഇറേസറും ചെയറും എന്നൊക്കെ പറയുന്ന ഫോമിലേക്ക് വരിക അല്ലെ. സോ പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ. ദെൻ നെക്സ്റ്റ് വൺ കോട്ടൺ. കോട്ടൺ, കോട്ടൺ അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കോട്ടന്റെ ഡ്രസ്സ് അല്ലെ. കോട്ടന്റെ ഡ്രസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്. അതൊക്കെ എവിടെ നിന്നാണ്? കോട്ടൺ എവിടെയാ ഉണ്ടാവുക? പ്ലാന്റിന്റെ മുകളിലാണ് അല്ലെ. ചെടിയിലാണ് കോട്ടൺ ഉണ്ടാവുക. അതും ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് എന്താണ്, കോട്ടൺ ഡ്രസ് ഒക്കെ മേക്ക് ചെയ്യുന്നു അല്ലെ. സോ പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ, കോട്ടൺ. കോട്ടൺ. നെക്സ്റ്റ് വൺ ഫ്രൂട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രൂട്ട്സ് അല്ലെ. പഴങ്ങൾ, പഴവർഗ്ഗങ്ങളും. നോക്കൊന്നൂടെ. Trees are our friends. They give us many things. We get many things from trees. First one is paper. We get paper from trees. Okay. മരത്തിന്റെ വുഡ് എടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പേപ്പർ ഉണ്ടാക്കുക അല്ലെ. സോ വി ഗെറ്റ് പേപ്പർ ഫ്രം ട്രീസ്. Then wood. We use wood for making wooden items like our furniture, like table, chair, then bed. Okay. ഇതൊക്കെ എന്താണ്, നമ്മൾ വുഡ് കൊണ്ട്, മരത്തിന്റെ തടിയും കൊണ്ട് ഉണ്ടാക്കും അല്ലെ. മുഹമ്മദ് ഷാസിലെ എന്താണ്, പിന്നെ ഓയിൽ അല്ലെ. നമ്മള് നമ്മുടെ കുക്കിംഗ് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലുകൾ ഒക്കെ എന്താണ്, എല്ലാം ട്രീയുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. സൺഫ്ലവർ ഓയിൽ ഉണ്ട്,
കോക്കനട്ട് ഓയിൽ ഉണ്ട്. ഇതൊക്കെ എന്താണ്? എന്താ ശാസ്ത്രലേ? മിസ് ചേറ് പറഞ്ഞിട്ട. ചേറ് പറഞ്ഞിട്ടില്ലേ? മിസ് വുഡ് എന്ന് പറഞ്ഞില്ലേ? വുഡ്. നോക്ക, അവിടെ ഒരു വുഡൻ ചെയറിന്റെ ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. മരത്തിന്റെ ഒരു ചെയറാണല്ലേ വുഡ് എന്നാ അവിടെ കൊടുത്തിട്ടുള്ളത്. WOOD വുഡ്. വുഡ് എന്താണ്? മരത്തിന്റെ തടി അല്ലേ, മരത്തിന്റെ തടി. സോ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെയറിന്റെ പിക്ചർ ആയതുകൊണ്ടാണ് വുഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. വുഡൻ എന്തൊക്കെയുണ്ട്? ടേബിളും ചെയറും ബെഞ്ചും ഡെസ്കും ഒക്കെ വുഡൻ ആണല്ലേ. സോ വുഡ് ചെയർ, വുഡ് ആൻഡ് ചെയർ ആയതുകൊണ്ടാണ് വുഡ് എന്ന് കൊടുത്തിട്ടുള്ളത്. സോ പേപ്പർ, വുഡ്, ഓയിൽ, ഇറേസർ, കോട്ടൺ, ഫ്രൂട്ട്സ്. സോ പേപ്പർ ഉണ്ടാക്കുന്നത് ട്രീസിൽ നിന്നാണ്. ട്രീയുടെ വുഡ് കുറെ പ്രൊസീജിയേഴ്സിന്റെ കൂടെ ആണ് അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേപ്പർ ആയിട്ട് മാറുന്നത് അല്ലെ. ദെൻ ഓയിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ തരം ഓയിൽ ഉണ്ട്. എല്ലാം ട്രീയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ ട്രീസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാ തരുന്നേ അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്നാണ്, ട്രീസിൽ നിന്നാണ് അല്ലെ. കോട്ടൺ നമ്മള് കോട്ടൺ ഡ്രസ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നല്ല ചൂടുള്ള സമയത്തൊക്കെ കോട്ടൺ ഡ്രസ് ആണ് നല്ലത് അല്ലെ. കോട്ടൺ ഡ്രസ് കുറച്ച് തണുപ്പ് തോന്നും, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് തണുപ്പ് പോലെ ഫീൽ ചെയ്യും. സോ നല്ല ചൂടുള്ള സമയത്തൊക്കെ നമ്മള് കോട്ടൺ ഡ്രസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. കോട്ടൺ എവിടുന്നാ കിട്ടുന്നത്? മരത്തിന്റെ മുകളിൽ നിന്നാണ് അല്ലെ. മരത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. ദെൻ ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ അല്ലെ. കുറെ പഴങ്ങൾ നമ്മള് ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ്, ഇതൊക്കെ മരത്തിൽ നിന്നാണ്. ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ. ഒരുപാട് പക്ഷികൾക്ക് താമസിക്കാനുള്ള പ്ലേസ് ആണ്. പക്ഷിക്കൂടൊക്കെ എവിടെ ഉണ്ടാവുക? മിക്കവാറും മരത്തിന്റെ മുകളിലല്ലേ. പക്ഷികൾക്കൊക്കെ താമസിക്കാനുള്ള സ്ഥലമാണ്. നമുക്ക് തണല് തരാറുണ്ട്. അങ്ങനെ കുറെ ഉപയോഗങ്ങൾ ഉണ്ട് അല്ലേ. അപ്പൊ ട്രീസ് ആർ അവർ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മുടെ മരങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് എന്നാ പറയുന്നത്. ആദിശ്രീ, ഓറഞ്ച് ഉണ്ടല്ലോ, മിസ്സിനാണോ ആദിശ്രീ? മിസ്സിന് തരാനാണോ അല്ല വെറുതെ കാണിക്കാനാണല്ലേ? എന്താണ്? ഓറഞ്ചും ആപ്പിളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കിട്ടുന്നത് എവിടുന്നാ? ട്രീസിൽ നിന്നാണ് അല്ലേ. ഓക്കെ, ട്രീസ് ആർ അവർ ഫ്രണ്ട്സ് എന്നുള്ളത് എന്ത് ചെയ്യാൻ ക്ലാസ്സിൽ വരുമ്പോ നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം വരാൻ. ആദിശ്രീയുടെ അടുത്ത് ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, ഒക്കെ ഉണ്ടല്ലേ. കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. ഓക്കെ, കുറെ ഉണ്ട് ആദിശ്രീയുടെ അടുത്ത്. ഓക്കെ, ഗുഡ്. സോ trees are our friends. They give us many things like paper, wood, eraser, oil, cotton, fruits. Okay. Next class il varumbo nannayi vaayichu nokkittokke varane. Okay.